ആ പഴയ നൂറ്റാണ്ടിൽ നിന്നും ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും അല്ല, ഇപ്പോഴും മാറ്റം ഒട്ടും വന്നിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ പറയാനുണ്ട് സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമകരമായ ഒരു വീഡിയോ ഇന്ന് ഞാൻ കാണാനിടയായി. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. मेरे को टीटी वाला बोला के पास लेडीज अभी बोला पास के बोला पहले तो हम मारेंगे उसके बाद बोला लेडीज से कैसे तू बदतमीजी करी हट यहाँ से। मेरा बेटा इंजीनियर और मेरा पति सुपरवाइजर अभी इतना मारोगे ना तेरे हमें हालत खराब कर बोला कौन बोला ना लेडीज से कैसे तू बात कर बदतमीजी निकाल तू निकाल बाहर निकाल। लेडीज से कैसे बात करिए इसमें घुस गए जनरल बॉडी में घुस गए लेडीज में कैसे बोल रहे हैं सकत खराब है यहाँ का शादी कर रहे हैं मेरी बेटी नहीं है तेरे से ज्यादा सुंदर है और मेरा पति तेरे से ज्यादा सुंदर है और मेरा पति सुपरवाइजर है वो मैं सर मारूंगी ना एकदम खुफिया समझी आई मेरे पति सुपरवाइजर और पंडित थोड़े बच्चा मार नहीं आई तक आ रही है ഇതിപ്പോ നടക്കുന്നത് ബീഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ട്രെയിനിലെ ജനറൽ കോച്ചിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു പുരുഷന് നേരെ ആ സ്ത്രീ തെരുതെര ചെരുപ്പം കൊണ്ട് അടിക്കാൻ ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. കാരണം ഒരു പുരുഷന് നേരെ ഒരു സ്ത്രീ കാണിച്ച അതിക്രമം അത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല. പിന്നെ അവർ ഇതിൽ സംസാരിച്ച രീതി അവരുടെ അത് ഒട്ടും ശരിയായിട്ടില്ല. അതാണ് ഈ വീഡിയോ ഇത്രയും വൈറലാകാൻ തന്നെയുള്ള കാരണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു ജനറൽ കോച്ചാണത്. അവിടെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പം അവർ പറയുന്നത് ഇത് പുരുഷന്മാരുടെ കോച്ചാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. പക്ഷെ ഈ പുരുഷനെ കൂടാതെ വേറെയും പുരുഷന്മാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ സ്ത്രീയും അവരുടെ മകളും കൂടാണ് ആ കോച്ചിൽ കയറിയത്. അതുപോലെ തന്നെ ഈ പുരുഷന്റെ വൈഫും കൂടാണ് ആ കോച്ചിൽ കയറിയത്. അപ്പം ഈ സ്ത്രീ വന്ന സമയത്ത് വേറൊരു ഈ പുരുഷനും കൂടെ ആ ഒരു സൈഡ് സീറ്റിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് ഇത് സ്ത്രീകളുടെ കോച്ചാണ്, ഇവിടെ നിങ്ങൾ ആരോട് ചോദിച്ചത് കയറി ടി ഫിളി എന്നാണ് പറയുന്നത്. അപ്പം ആ പുരുഷൻ മാന്യമായ രീതിയിലാണ് ആ സ്ത്രീയോട് പ്രതികരിക്കുന്നത്. അപ്പം ഇവരാണെങ്കിൽ അപ്പോഴത്തേക്കിന് ഈ പുരുഷന് നേരെ ചെരുപ്പ് ഊരി അങ്ങ് അടിക്കാനുള്ള ഒരു ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്ക്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സ്ത്രീ സംസാരിക്കുന്നത് പറയാം. ഇതിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് തെരുതേരെ ആ പുരുഷന് നേരെ ആ സ്ത്രീ ചെരുപ്പം കൊണ്ട് അടിക്കാൻ നിന്നിട്ടും ആ പുരുഷൻ തിരിച്ച് പ്രതികരിക്കുന്നില്ല. തിരിച്ച് പറയുന്നതേ ഉള്ളൂ, കൈകൊണ്ട് ഒരു പ്രതികരണവും കാണിക്കുന്നില്ല. പക്ഷെ ആ പുരുഷൻ പറയുന്നുണ്ട്, ആ കോച്ചുള്ള മറ്റാൾക്കാരോട് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക, ഇവരെ ഒന്ന് മാനേജ് ചെയ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും അപ്പോൾ അങ്ങനെ പ്രതികരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ലാസ്റ്റ് പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഇനി കാണിക്കാം. പക്ഷേ ആ സ്ത്രീ ആ പുരുഷന് നേരെ പറഞ്ഞ വാചകമാണ് നമുക്ക് ഇതിനകത്ത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ആരാണ്? ഞാൻ പണ്ഡിതാണ്. നീ എന്താണ്? നീ പണ്ഡിത, നീ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനൊക്കെ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത്? ഞാൻ പണ്ഡിതാണ്. എൻ്റെ ഹസ്ബൻഡ് ആരാണെന്നറിയാവോ? എൻ്റെ മകൻ ആരാണെന്നറിയാവോ? എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൂടാതെ ഭാര്യ, നിന്റെ ഭാര്യ എങ്ങനെ ഇരിക്കുന്നു കാണാൻ? എൻ്റെ ഭാര്യ, എൻ്റെ മകളെ നോക്ക്, എന്ത് സുന്ദരിയാണ്, അവള് ചന്ദ്രനെ പോലെ ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരമാണ് ആ പുരുഷന്റെ അരികിൽ ആ സ്ത്രീ സംസാരിക്കുന്നത്. ഇപ്പോഴും മാറ്റം വന്നിട്ടില്ലാത്ത നമ്മുടെ ജനങ്ങളെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ കേരളവും ഇതിലൊട്ടും മോശമൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ബീഹാറിൽ നടന്ന ഒരു സംഭവം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെനിക്ക് വളരെ വിഷമമായിട്ട് തോന്നിയ ഒരു വാർത്തയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക്, ഇത് ഹിന്ദി ആയതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയ്ക്ക് മനസ്സാക്ഷി ഇല്ലാത്ത, മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് ഉള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്.
ആ സ്ത്രീ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ പുരുഷന്റെ വൈഫ് പറയുന്നുണ്ട്, നിർത്ത, നിങ്ങൾ മതി, കുറെ നേരമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അടങ്ങ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവർ അടങ്ങാൻ തയ്യാറല്ല. ലാസ്റ്റ് ആ സ്ത്രീയുടെ നേരെ, അതായത് ആ പുരുഷന്റെ വൈഫിന് നേരെ ആ സ്ത്രീ അടിക്കാൻ ഓങ്ങിയപ്പോഴാണ് ഈ പുരുഷൻ പ്രതികരിച്ചത്. മനസ്സിലായോ? ആ പുരുഷൻ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ നേരെ ഒരാൾ കൈ അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകത്തില്ലേ? ആ ഒരു പ്രതികരണമേ ആ പുരുഷൻ നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് എത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ പുരുഷനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ആ പുരുഷന് നല്ല സപ്പോർട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ആ പുരുഷൻ ആദ്യം ഒന്നും ആ സ്ത്രീയെ ഒന്നും ചെയ്തില്ല. അവർ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരുന്ന, അല്ലാതെ മാന്യമായ രീതിയിലാണ് ആ പുരുഷൻ അവരോട് സംസാരിച്ചത്. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ നേരെ അടിക്കാനായിട്ട് കൈ ഓങ്ങിയ സമയത്താണ് ആ പുരുഷൻ ആ സ്ത്രീയെ അടിക്കാൻ ഒരുങ്ങിയതും പ്രതികരിച്ചതും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? നമ്മുടെ ഈ സമൂഹത്തിന് മാറ്റം വരാത്ത ഈ സമൂഹത്തിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? अपनी बात तो रख ले। हो गया है, हो गया, रह दो। छोड़ दो, हो गया है, हो गया, चलो बैठो। बहुत महीना हो गया है, चलो रह दो। എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം, ആ സ്ത്രീ ആണോ ഇവിടെ തെറ്റുകാരൻ, ആ പുരുഷനാണോ തെറ്റുകാരൻ? ജാതിയുടെ പേര് പറഞ്ഞും സ്വന്തം സ്റ്റാറ്റസിന്റെ പേരും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതി ശരിയാണോ? എനിക്ക് ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. അപ്പം എല്ലാവർക്കും നന്ദി.